പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ വായനയിൽ ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ്. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 5-ാം വാക്യം. എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചത്. ഇത് ജോസഫ് പറയുന്ന കാര്യമാണ്. ജോസഫിനെ ഈജിപ്തുകാർക്ക് വിറ്റ് കളഞ്ഞല്ലോ. അങ്ങനെ നാട്ടിലെങ്ങും ക്ഷാമമായി. ഈജിപ്തിൽ മാത്രമേ ഭക്ഷണമുള്ളൂ. ഇപ്പോൾ സഹോദരന്മാരെല്ലാം വന്നിരിക്കുക. അപ്പോൾ അവർ ജോസഫ് ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവരോട് ജോസഫ് പറയുന്ന കാര്യമാണ്. പിന്നീട് അത് 7-ാമത്തെ വാക്യത്തിൽ ഉൽപ്പത്തി 45:7 നിങ്ങൾക്ക് ഭൂമിയിൽ സന്തതികളെ നിലനിർത്താനും വിസ്മയകരമായ രീതിയിൽ രക്ഷ നൽകാനും വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചതാണ്. നമ്മൾ ഈ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഈശോ നമ്മോട് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ എന്തുമാത്രം ഈശോയിൽ നിന്ന് അകന്നു പോയി, ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു. ഈശോ കുരിശിൽ മരിച്ച് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോഴും നമ്മൾക്ക് ഈശോയോട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് നടന്നു. എന്നിട്ട് അനുഗ്രഹം കിട്ടാൻ വേണ്ടി നമ്മുടെ ഈശോയുടെ അടുക്കൽ തന്നെ വന്നിരിക്കുകയാണ്. ഈശോ പറയാണ്, അതൊന്നും സാരമില്ല, നിങ്ങളിപ്പോൾ ഇവിടെ വരാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചതും നിങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞതും ഉയർത്തെഴുന്നേറ്റതും നിങ്ങൾ ഇപ്പോൾ എൻ്റെ മുമ്പിൽ വരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ ദൈവത്തിൻ്റെ ഈ സ്നേഹത്തിൻ്റെ അനുസ്മരണം നമുക്കിപ്പോൾ കൊണ്ടാടാം. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, അയോഗ്യതകൾ നമുക്ക് ഏറ്റുപറയാം. സഹോദരരേ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ.
ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അധപതിച്ച ലോകത്തെ അങ്ങേ പുത്രന്റെ താഴ്മയാൽ അങ്ങ് സമുദ്ധരിച്ചുവല്ലോ. അങ്ങേ വിശ്വാസികൾക്ക് ദിവ്യാനന്ദം നൽകണമേ. അങ്ങനെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ച ഞങ്ങളെ നിത്യമായ സന്തോഷത്താൽ ആഹ്ലാദിക്കാൻ ഇടയാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് 44-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് യൂദാ ജോസഫിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, എൻ്റെ യജമാനനെ ഒരു വാക്കുകൂടി പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ നേരെ അങ്ങ് കോപിക്കരുതേ. അങ്ങ് ഫറവോയ്ക്കും സമാനമാണല്ലോ. യജമാനനായ അങ്ങ് ദാസന്മാരോട് നിങ്ങൾക്ക് പിതാവോ സഹോദരനോ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ യജമാനോട് പറഞ്ഞു, ഞങ്ങൾക്ക് വൃദ്ധനായ പിതാവും പിതാവിൻ്റെ വാർദ്ധക്യത്തിലെ മകനായ ഒരു കൊച്ചു സഹോദരനുമുണ്ട്. എൻ്റെ സഹോദരൻ മരിച്ചുപോയി. അവൻ്റെ അമ്മയുടെ മകളിൽ അവൻ മാത്രം ശേഷിക്കുന്നുള്ളൂ. പിതാവിന് അവൻ വളരെ പ്രിയപ്പെട്ടവനാണ്. അപ്പോൾ അങ്ങയുടെ ദാസരോട് അവനെ എൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവരിക. എനിക്കവനെ കാണണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ സഹോദരൻ കൂടെ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് അങ്ങ് പറഞ്ഞു. അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവിൻ്റെ അടുത്തെത്തിയപ്പോൾ അങ്ങ് പറഞ്ഞതെല്ലാം ഞങ്ങൾ അവനെ അറിയിച്ചു. പിതാവ് ഞങ്ങളോട് വീണ്ടും പോയി കുറേ ധാന്യം കൂടി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് പോകാൻ വയ്യ, എന്നാൽ ഇളയ സഹോദരനെ കൂട്ടി അങ്ങേക്ക് പക്ഷം ഞങ്ങൾ പോകാം. ബാലൻ കൂടെയില്ലെങ്കിൽ ഞങ്ങൾ അവനെ കാണാൻ സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ പിതാവിനോട് പറഞ്ഞു. അപ്പോൾ അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവ് പറഞ്ഞു, എൻ്റെ ഭാര്യ 2 പുത്രന്മാരെ എനിക്ക് നൽകി എന്നും നിങ്ങൾക്കറിയാമല്ലോ. ഒരുവൻ എന്നെ വിട്ടുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായും അവനെ വന്യമൃഗം ചിന്തിക്കീറി കാണും. പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല. ഇവനെയും കൊണ്ടുപോയിട്ട് ഇവൻ എന്തെങ്കിലും പിണഞ്ഞാൽ വൃദ്ധനായ എന്നെ ദുഃഖത്തോടെ നിങ്ങൾ പാതാളത്തിൽ ആഴ്ത്തുകയായിരിക്കും ചെയ്യുക. എൻ്റെ അടുത്തു നിന്നിരുന്ന ഈജിപ്തുകാരുടെ എല്ലാം മുൻപിൽ വികാരമടക്കാൻ ജോസഫിന് കഴിഞ്ഞില്ല. അവരെയെല്ലാം പുറത്താക്കാൻ അവൻ ആജ്ഞാപിച്ചു. അതിനാൽ ജോസഫ് സഹോദരന്മാർക്കു തന്നെ വെളിപ്പെടുത്തിയപ്പോൾ മറ്റാരും അടുത്തുണ്ടായിരുന്നില്ല. അവൻ ഉറക്കെ കരഞ്ഞു. ഈജിപ്തുകാരും ഫറവോയുടെ വീട്ടുകാരും അത് കേട്ടു. ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ ജോസഫാണ്. എൻ്റെ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവോ? അവരാകെ സ്തംഭിച്ചു പോയി. അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവൻ അവരോട് തൻ്റെ അടുത്ത് വരിക എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്നപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ ഞങ്ങളുടെ സഹോദരൻ ജോസഫാണു ഞാൻ. എന്നെ അവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷാദിക്കുകയോ വേണ്ട. കാരണം ജീവൻ നിലനിൽക്കുവാൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങളുടെ മുൻപേ ഇങ്ങോട്ടയച്ചത്. കർത്താവ് ചെയ്ത വിസ്മയവാഹങ്ങളെ പ്രവൃത്തികളെ ഓർക്കുവിൻ. കർത്താവ് ചെയ്ത വിസ്മയങ്ങളായ പ്രവൃത്തികളെ ഓർക്കുവിൻ. അവിടുന്ന് നാട്ടിൽ ക്ഷാമം വരികയും
അപ്പമാവുന്ന തകർത്തു കളയുകയും ചെയ്തു. അപ്പോൾ അവർക്ക് മുൻപായി അവിടുന്ന് ഒരുവനെ അയച്ചു, അടിമയായി നിൽക്കപ്പെട്ട ജോസഫിനെ തന്നെ. കർത്താവ് ചെയ്ത വിസ്മയവാഹമായ പ്രവൃത്തികളെ ഓർക്കുവിൻ. അവൻ കാലുകൾ വിലങ്ങുകൊണ്ട് മുറിച്ചു, അവന്റെ കഴുത്തിൽ ഇരുമ്പു പട്ട മുറുക്കി. അവൻ പ്രവചിച്ചത് സംഭവിക്കുവോളം കർത്താവിന്റെ വചനം അവനെ പരീക്ഷിച്ചു. കർത്താവ് ചെയ്ത വിസ്മയവാഹങ്ങളായ പ്രവൃത്തികളെ ഓർക്കുവിൻ. രാജാവ് അവനെ ആളെ അയച്ച് വിടുവിച്ചു. ജനതകളുടെ അധിപൻ അവനെ സ്വതന്ത്രനാക്കി. തൻ്റെ ഭവനത്തിൻ്റെ അനാഥനും തൻ്റെ സമ്പത്തിൻ്റെ ഭരണാധിപനുമായ അവനെ നിയമിച്ചു. കർത്താവ് ചെയ്ത വിസ്മയകരമായ പ്രവൃത്തികളെ ഓർക്കുവിൻ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, പോകുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾ കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ. നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ 2 ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിടുന്നത് വരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രവിക്കാതെയോ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയും. വിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സോദോം ഗൊമോറ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസമുണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ജോസഫിൻ്റെ കരച്ചിലുകൾ അത് നമ്മളെ ധ്യാനിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഈശോ സങ്കീർത്തനം 22, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് വിലപിച്ചു എന്ന് നമ്മൾ ധ്യാനിക്കാറുണ്ട്. ജോസഫിൻ്റെ കരച്ചിലുകൾ അത് ഉൽപ്പത്തിയുടെ 42-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ അവൻ മാറിപ്പോയി കരഞ്ഞു. അവരുടെ മുമ്പിൽ നിന്ന് മാറിപ്പോയി കരഞ്ഞു. ഇത് ആദ്യമായിട്ട് ഒരു 5-6 പ്രാവശ്യം
ജോസഫ് കരഞ്ഞതായിട്ട് പറയുന്നതിൻ്റെ ആദ്യത്തെ ഒരു ഭാഗമാണ്. ജോസഫ് അവരുടെ അടുത്തുനിന്ന് മാറിപ്പോയി കരഞ്ഞു. തിരിച്ചു വന്ന് അവരുമായി സംസാരിച്ചു. അവരുടെ കൂട്ടത്തിൽ നിന്ന് അവർ കാണുക ശിമയോനെ പിടിച്ച് ബന്ധിച്ചു. ഈ ഒരു കാര്യം നമ്മൾ ധ്യാനിക്കുന്നത് നല്ലതാണ്. 30-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുകയാണ്, അത് 43-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യത്തിൽ വീണ്ടും ജോസഫ് കരയുന്നതായിട്ട്. തൻ്റെ സഹോദരനെ പ്രതി ഹൃദയം തേങ്ങിയപ്പോൾ ജോസഫ് കരയാൻ ഒരിടം നോക്കി. കിടപ്പറയിൽ പ്രവേശിച്ച് അവൻ കരഞ്ഞു. ഇത് തൻ്റെ സഹോദരൻ ബെഞ്ചമിനെ കാണണമെന്ന് പറഞ്ഞു. അതിനു വേണ്ടിയിട്ടാണ് ആ കൂട്ടത്തിലുള്ള ഒരാളെ പിടിച്ച് ബന്ധിച്ചു. ഇനി ബെഞ്ചമിനെ കൊണ്ടുവന്നാൽ നിങ്ങൾ വിടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശിമയോനെ പിടിച്ച് ബന്ധിച്ചിട്ട് ബാക്കിയുള്ളവരോട് പറഞ്ഞു പോയി ബെഞ്ചമിനെ കൊണ്ടുവരാൻ പറഞ്ഞു. ഇനി 45-ാമത്തെ അധ്യായം, അത് ഇന്നത്തെ വചനഭാഗമാണ്. അതിൽ 1-ാമത്തെ വാക്യത്തിൽ 45:1 അവൻ്റെ അടുത്ത് നിന്നിരുന്ന ഈജിപ്തുകാരുടെ എല്ലാം മുൻപിൽ വികാരമടക്കാൻ ജോസഫിന് കഴിഞ്ഞില്ല. അവരെയെല്ലാം പുറത്താക്കാൻ അവൻ ആജ്ഞാപിച്ചു. അതിനാൽ ജോസഫ് സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ മറ്റാരും അടുത്തുണ്ടായിരുന്നില്ല. അവൻ ഉറക്കെ കരഞ്ഞു. ഇപ്പം മാറിപ്പോയി കരഞ്ഞു, കിടപ്പറയിൽ പ്രവേശിച്ച് കരഞ്ഞു, ഉറക്കെ കരഞ്ഞു. ഇനിയും 45-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ അവൻ ബെഞ്ചമിനെ കണ്ടുമുട്ടുകയാണ്. ഈജിപ്തിലെ എൻ്റെ പ്രതാപത്തെ പ്രതിയും നിങ്ങൾ കണ്ടതിനെക്കുറിച്ചും പിതാവിനോട് പറയുക, വേഗം ചെന്ന് അവനെ പിതാവിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുകയാണ്. അപ്പോൾ ബെഞ്ചമിനെ അവർ കൊണ്ടുവന്നു. ജോസഫ് ബെഞ്ചമിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. പിന്നീട് 15-ാമത്തെ വാക്യത്തിൽ അവൻ തൻ്റെ സഹോദരന്മാരെ എല്ലാവരെയും ചുംബിക്കുകയും കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്തു. ഇനി വീണ്ടും 46-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യത്തിൽ അപ്പോൾ തൻ്റെ പിതാവിനെ കാണുകയാണ്. ജോസഫ് തൻ്റെ പിതാവായ ഇസ്രായേലിനെ എതിരേൽക്കാൻ രഥമൊരുക്കി ഗോഷേനിലെത്തി. അവൻ പിതാവിനെ കെട്ടിപ്പിടിച്ച് ദീർഘനേരം കരഞ്ഞു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ 6 തവണ ജോസഫ് കരഞ്ഞതായിട്ട് കാണുകയാണ്. യഥാർത്ഥത്തിൽ ജോസഫ് എന്ന പേരിൻ്റെ അർത്ഥം ഗോഡ് വിൽ ആഡ് എന്നാണ്. ദൈവം കൂട്ടിച്ചേർക്കും. ഗോഡ് വിൽ ഇൻക്രീസ്, ദൈവം വർദ്ധിപ്പിക്കും, ദൈവം കൂട്ടിച്ചേർക്കും. അതാണ് ആ പേരിൻ്റെ അർത്ഥം, ദൈവം കൂട്ടിച്ചേർക്കും. അത് മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സമൃദ്ധി, ഉയർച്ച, അഭിവൃദ്ധി, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥം ജോസഫ് എന്ന പേരിനുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രതീകാത്മകമായിട്ടാണ് ബൈബിളിൽ പല കാര്യങ്ങളും ഇങ്ങനെ മുന്നേ സംഭവിച്ചത് ഈശോയുടെ വരവും മരണവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള സൂചനകളാണ്. വളരെ കൃത്യമായിട്ട് നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ജോസഫിനെ ഈശോയുമായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. സഹിക്കുന്ന ഈശോ. ഒന്ന് ചിന്തിച്ചേ. 37-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിലാണ് മറ്റെല്ലാവരെയും ജോസഫിന് യാക്കോബിന് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് കൈനീളമുള്ള നീണ്ട പുറങ്കുപ്പായം ധരിപ്പിച്ചു. അത് നീണ്ട പുറങ്കുപ്പായം ഒരു പുരോഹിതന് ഉള്ളതാണ്. നീണ്ട പുറങ്കുപ്പായം. ഇപ്പോൾ ഈശോ നിത്യപുരോഹിതനാണ്. ഈശോ നമുക്ക് വേണ്ടി, പാപങ്ങൾക്ക് വേണ്ടി മരിക്കേണ്ടവനാണ്, അല്ലെങ്കിൽ പാടുപീഡകൾ ഏൽക്കേണ്ടവനാണ്. അതിനു വേണ്ടിയിട്ടുള്ള അഭിഷേകം കൊടുക്കുന്നത് പോലെയാണ് ജോസഫിന് നീണ്ട പുറങ്കുപ്പായം കൊടുക്കുന്നത്. അപ്പോൾ അതൊരു സൂചനയാണ്. 2-ാമത്തെ സൂചന ഉൽപ്പത്തിയുടെ പുസ്തകം 37-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലാണ്. ആട് മേയ്ക്കാൻ അവരെല്ലാവരും പോയി. യാക്കോബിൻ്റെ മക്കളെല്ലാവരും പോയി. 13-ാമത്തെ വാക്യത്തിൽ 37:13 നിന്റെ സഹോദരന്മാർ ഷെക്കേമിൽ ആട് മേയ്ക്കുകയല്ലേ, ഞാൻ നിന്നെ അങ്ങോട്ട് വിടുകയാണ്, ഞാൻ പോകാം എന്നവൻ മറുപടി പറഞ്ഞു. അത് ഈശോയെ ഭൂമിയിലേക്ക് വിടുന്നതിൻ്റെ പോലെയാണ്. ഞാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പോകുകയില്ല എന്ന് പറഞ്ഞില്ല. ഈശോ അങ്ങനെ പറഞ്ഞില്ലല്ലോ, ഞാൻ പോകാം, ഞാൻ മനുഷ്യർക്ക് വേണ്ടി മരിക്കാമെന്ന് പറഞ്ഞു. ഇനിയും അത് 18-ാമത്തെ വാക്യത്തിലെത്തുമ്പോൾ ദൂരെ വെച്ച് തന്നെ അവർ അവനെ കണ്ടു. അവൻ അടുത്തെത്തും മുൻപേ അവനെ വധിക്കാൻ അവർ ഗൂഢാലോചന നടത്തി.
ഈശോയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയിട്ടില്ലേ? ഇനി 4-ാമത്തെ സൂചന, അത് 20-ാമത്തെ വാക്യമാണ്. വരുവിൻ നമുക്കവനെ കൊന്ന് കുഴിയിലെറിയാം, ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു നിന്ന് പറയുകയും ചെയ്യാം. അപ്പോൾ ഇത് ഈശോയെ തള്ളിയിടാൻ നോക്കിയിട്ടില്ലേ? മലയുടെ ഉയരത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഈശോയ്ക്കെതിരെ പല പല കാര്യങ്ങൾ ഈശോയെ ദ്രോഹിക്കാൻ വേണ്ടി സംഭവിച്ചിട്ടുണ്ട്. ഇനി 5-ാമത്തെ ഒരു സൂചന, അത് 37-ാം അധ്യായം, ഉൽപ്പത്തി 37, 21-ാമത്തെ വാക്യത്തിൽ റൂബൻ ഇത് കേട്ടു. അവൻ ജോസഫിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. അവൻ പറഞ്ഞു, നമുക്കവനെ കൊല്ലണ്ട, രക്തം ചിന്തരുത്. അവനെ നിങ്ങൾ മരുഭൂമിയിൽ ഒരു കുഴിയിൽ തള്ളിയിടുക, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. അവനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച പിതാവിനെ തിരിച്ചേൽപ്പിക്കാനാണ് റൂബൻ ഇങ്ങനെ ചെയ്തത്. പീലാത്തോസിൻ്റെ കാര്യം എടുത്ത്, ഒരു കള്ളനെ വിട്ടുകൊടുത്തിട്ട് ഈശോയെ രക്ഷിക്കാൻ പീലാത്തോസ് ശ്രമിച്ചതാ, പക്ഷെ നടന്നില്ല. റൂബൻ അങ്ങനെ ശ്രമിച്ചു നോക്കി. ഇനി 6-ാമത്തെ കാര്യം, കൈനീളമുള്ള പുറങ്കുപ്പായം അവർ ഊരിയെടുത്തു. അത് 23-ാമത്തെ വാക്യത്തിലാണ്, ഉൽപ്പത്തി 37, 23. അതിനാൽ ജോസഫ് അടുത്തെത്തിയപ്പോൾ സഹോദരന്മാർ അവൻ ധരിച്ചിരുന്ന കൈനീളമുള്ള പുറങ്കുപ്പായം ഊരിയെടുത്തു. ഈശോയുടെ വസ്ത്രം ഊരിയെടുത്തില്ലേ? ഇനി 7-ാമത്തെ ഒരു സൂചന, ഈശോയെ ഒറ്റിക്കൊടുത്തത് 30 വെള്ളിക്കാശിനാണെങ്കിൽ ഉൽപ്പത്തി 37, 28 അവർ കുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് 20 വെള്ളിക്കാശിന് ഇസ്മായേലിയർക്ക് വിറ്റു. 20 വെള്ളിക്കാശിന്. ഇനി അവര് ആ പുറങ്കുപ്പായം അതിൽ ഒരാടിൻ്റെ ചോര പകർത്തിയിട്ട് അപ്പനെ കൊണ്ട് കാണിച്ചു. അവനെ കാട്ടുമൃഗം കൊന്നു തിന്നു വ്യാജമായിട്ട് ഒരു പ്രസ്താവന ഇറക്കി. ഈശോ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഈശോയുടെ ശരീരം അവരെടുത്തുകൊണ്ട് പോയി എന്ന് പറയത്തക്ക വിധത്തിൽ കള്ളപ്പണം കൊടുത്തുകൊണ്ട് കള്ളവ്യാജ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അത് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിലാണ്. അപ്പം കള്ളക്കഥ പറഞ്ഞുണ്ടാക്കി. ഈശോ ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്, എന്ന് പറഞ്ഞ പോലെ അവൻ ജീവിച്ചിരിപ്പില്ല എന്ന് പറയാൻ വേണ്ടി അവർ കള്ളക്കഥ ഉണ്ടാക്കി. ഇത് എല്ലാം നോക്കുമ്പോഴേ ജോസഫുമായിട്ട് ഈശോയെ നല്ല വളരെ വ്യക്തമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. 45-ാമത്തെ വാക്യത്തിൽ അതാണ് ഇന്നത്തെ വായന. അതിൽ ഇത്രയും ദ്രോഹം അനുഭവിച്ച ജോസഫിൻ്റെ മനോഭാവം ഒന്ന് ചിന്തിച്ച്. ജോസഫ് പറയുകയാണ്, 45-ാം അധ്യായം 3-ാം വാക്യം, ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ ജോസഫാണ്. അവരാകട്ടെ സ്തംഭിച്ചു പോയി. ഇത് കേട്ടിട്ട് സ്തംഭിച്ചു പോയി. ആ രംഗം ഒന്ന് മനസ്സിൽ കണ്ടേ. ഇത്രയും ക്രൂരതകൾ ചെയ്ത ആ മനുഷ്യരുടെ മുമ്പിൽ ജോസഫ് തന്നെ പറയാണ്, ഞാൻ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ്. പിന്നീട് പറയാണ് 4-ാമത്തെ വാക്യത്തിൽ, അവൻ അവരോട് എൻ്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്നപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ. 5-ാമത്തെ വാക്യത്തിൽ, എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷാദിക്കുകയോ വിഷമിക്കുകയോ വേണ്ട, കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചത്. 7-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾക്ക് ഭൂമിയിൽ സന്തതികൾ നിലനിർത്താനും വിസ്മയകരമായ രീതിയിൽ രക്ഷ നൽകാനും വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചതാണ്. ഒന്നോർത്ത് വയ്ക്കുക, വളരെയധികം ക്ഷമിച്ച് അത് പറയുന്നത് പോലെ ഈശോ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്ഷമിച്ചതുപോലെ. എന്നിട്ട് ഇതിനിടയ്ക്കൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, അവർക്ക് ധാന്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴും അവിടെ പൈസ വാങ്ങിക്കുന്നില്ല. ചാക്കിനുള്ളിൽ പൈസ അവർ കൊടുത്ത പണം അത് തിരികെ വെച്ച് കൊടുക്കുന്നു. നിരൂപാധികം അവരോട് ക്ഷമിക്കുന്ന ജോസഫ്, നിരൂപാധികം ക്ഷമിച്ച ജോസഫ്. ഇത് ഒന്നോർത്ത് വയ്ക്കാം, നമ്മുടെ ദൈവം ഈശോ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇല്ലേ? എന്തോരം കാര്യങ്ങളാണ് ഈശോ നമുക്ക് വേണ്ടി ചെയ്തത്. ഈശോയുടെ കുരിശിൽ മരിച്ച് നിൽക്കുകയാണ്. ഈശോ കുരിശിൽ മരിച്ച് ഇങ്ങനെ നിൽക്കുക, നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചിട്ട്. ഈ ഈശോയുടെ രക്ഷ സൗജന്യദാനമാണ്, വെറുതെ കിട്ടുന്നതാണ്. ഒന്ന് കുമ്പസാരിച്ചാൽ മതി, ഒന്ന് കുർബാന സ്വീകരിച്ചാൽ മതി. കുമ്പസാരിക്കാൻ പണം കൊടുക്കണോ? കുമ്പസാരിക്കാൻ പണം കൊടുക്കണോ? കുർബാന സ്വീകരിക്കാൻ നിങ്ങൾ പണം കൊടുക്കുന്നുണ്ടോ? കുർബാന പണമല്ല ഞാൻ ഉദ്ദേശിച്ചത്, നിയോഗത്തുക അതല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് കുർബാന സ്വീകരിക്കാൻ നിങ്ങൾ പണം കൊടുത്താണോ ഈശോയെ കുർബാനയായി സ്വീകരിക്കുന്നത്? ഇങ്ങനെ നിരൂപാധികം വെറുതെ സൗജന്യമായിട്ട് ഈശോ നമുക്ക് വേണ്ടി രക്ഷ തന്ന് ഇങ്ങനെ കുരിശിൽ മരിച്ചു കിടന്നിട്ട്
ഒരു കുഴപ്പമില്ല മക്കളെ, നിങ്ങൾ എന്നെ ഇത്രയും നാളും സ്നേഹിച്ചില്ല. നിങ്ങൾ ഞായറാഴ്ച ആചരിക്കാതെയും കുമ്പസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെയും ഞാൻ വെറുതെ തന്ന രക്ഷ നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടും കുഴപ്പമില്ല, നിങ്ങൾ എൻ്റെ അടുത്ത് വാ. ഇത് വെറുതെ കിട്ടുന്ന രക്ഷ നമുക്ക് പലപ്പോഴും വേണ്ട. ഇതിൻ്റെ ഏറ്റവും വലിയ കഠിനമായ ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈശോയുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് നടക്കുന്നു എന്നതാണ്. അതായത് പൈസ കൊടുത്ത് ചരട് വാങ്ങിക്കുന്നു രക്ഷയ്ക്ക് വേണ്ടി, പൈസ കൊടുത്ത് തൊട്ടിൽ വാങ്ങിക്കുന്നു രക്ഷയ്ക്ക് വേണ്ടി, പൈസ കൊടുത്ത് താക്കോല് വാങ്ങിക്കുന്നു രക്ഷയ്ക്ക് വേണ്ടി. ഈശോ ഇതാ ചങ്ക് പൊളിച്ചു തരികയാണ്, ഇന്നാ പിടിച്ചോ മക്കളെ രക്ഷ. വെറുതെ അത് വേണ്ട. ഈശോ ഇതെങ്ങനെ സഹിക്കും? ഒന്ന് ചിന്തിച്ച്, ഇത് ഈശോ എങ്ങനെ സഹിക്കും? ഇത് പിതാവായ ദൈവം വെറുതെ നമുക്ക് ഈശോയെ തന്നു. നമ്മൾ പണം കൊടുത്തിട്ടല്ല, നമ്മൾ ഒരു അധ്വാനവും ചെയ്തിട്ടില്ല അതിനു വേണ്ടിയിട്ട്. ഈശോ നമുക്ക് വേണ്ടി മരിച്ചത് നമ്മൾ അധ്വാനിച്ചിട്ടല്ല, അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. എന്നിട്ട് നമ്മൾ ഈ രക്ഷ നമുക്ക് വേണ്ട. ദൈവത്തോട് മാപ്പ് ചോദിക്കണം. കുറേ ഉണ്ട് മക്കളെ, തിരികെ വരണം. ഒത്തിരി ഉണ്ട് ഈശോയുടെ ദൈവത്തിൻ്റെ സങ്കടം, ഒത്തിരി ഉണ്ട്. തിരികെ വരണം, ഇതിനൊക്കെ പരിഹാരം ചെയ്യണം. ചരട് കെട്ടുന്നവരോട് പറയണം, മക്കളെ ഇത് ദുരാചാരമാണെന്ന് പറയണം. ഈശോയെ പ്രഘോഷിക്കണം. ഈശോയുടെ മരണത്തെ നീ ഏറ്റുപറയണം. നീ കുർബാന സ്വീകരിക്കുമ്പോഴും കുമ്പസാരിക്കുമ്പോഴും ഈശോയുടെ മരണത്തെ നീ ഏറ്റുപറയുകയാണ്. ഇതല്ലാതെ വേറെ കുറുക്കു വഴിയില്ല. നീ ഒരു കുറുക്കു വഴിക്ക് പോയാൽ പിന്നെ നിന്റെ ദൈവം നിനക്ക് വേണ്ടി എന്തിനാ മരിച്ചത്? നിനക്ക് വേണ്ടി മരിച്ച ദൈവത്തെ നീ തള്ളിക്കളയല്ലേ. നിന്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ. ഇത് സത്യമായ കാര്യമാണ്, ഇതൊരു കെട്ടുകഥയല്ല. ഈശോ നമുക്ക് വേണ്ടി മരിച്ചു. നമ്മൾ ഇത് ഏറ്റുപറയുക. ഇത് പഴയ നിയമത്തിലൂടെ ഈ സംഭവം എല്ലാം പറഞ്ഞിട്ട് നമ്മളോട് അതിൻ്റെ തീവ്രത മനസ്സിലാക്കി തരാൻ ദൈവം ശ്രമിക്കുകയാണ്. ചോര ചൊരിഞ്ഞതും ജീവൻ വെടിഞ്ഞതും ഞാൻ നിത്യജീവൻ നേടാ. ചോര ചൊരിഞ്ഞതും ജീവൻ വെടിഞ്ഞതും ഞാൻ നിത്യജീവൻ നേടാ. ഉത്തിതനായതും അപ്പമായി തീർന്നതും ഞാൻ നിന്നിലെന്നെന്നും വാഴാ. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. മനുഷ്യനു വേണ്ടി ക്രൂശിൻ്റെ മാറിൽ പാപിയെ പോലെ പിടഞ്ഞവനെ. ദൈവസ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. പരിശുദ്ധമ്മേ, ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളോടൊരു സ്നേഹമില്ലാത്ത, ഞങ്ങൾക്ക് വേണ്ടി ഒരു തുള്ളിക്കാര്യം പോലും ചെയ്യാത്ത മനുഷ്യര് ചരടുമായിട്ട് നിൽക്കുമ്പോൾ അവർ പറയുന്നതാണോ, ദൈവമേ ഞാനതിനറിയാതെ വില കൊടുത്തു പോയി, എനിക്ക് വേണ്ടി മരിച്ച ദൈവം തരുന്ന രക്ഷ കുർബാന കുമ്പസാരം, കർത്താവേ അത് വിലമതിക്കാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധമ്മേ, എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ.
കാഴ്ചയായി ഞാൻ നീങ്ങുന്നു. എന്റെയും നിൻ സർവമോ നിന്നെ മുൻപിലായുധാ സ്വീകരിക്കണമേ പ്രഭു. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടേക്കും അവിടെ തിരുസഭ മുഴുവൻ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങ് നാമത്തിന് പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ അർപ്പണം ഞങ്ങളെ ശുദ്ധീകരിക്കുകയും അനുദിന സ്വർഗീയ ജീവിത തലത്തിലേക്ക് ഞങ്ങളെ എത്തിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് വിശുദ്ധവും ന്യായവുമന്ത്രി. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ചു അവിടുന്ന് മരണമുന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മതിയും വിണ്ടലഹോ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്ക് ഇവ ഞങ്ങളുടെ കർത്താവായ
യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാൽ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മനുഷ്യാവതാരവും പീഡാസഹനവും കുരിശും മരണവും ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ കത്തോലിക്ക തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും
ആ കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യോസേപ്പ് പിതാവിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേയും ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടി എങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടി എങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടി ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എത്ര മഹത്തായ ബലിവസ്തുക്കളാൽ സമ്പൂരിതരായ ഞങ്ങൾ രക്ഷാകരമായ ദാനങ്ങൾ സ്വീകരിക്കാനും അങ്ങേ സ്തുതികളിൽ നിന്ന് ഒരിക്കലും വിരമിക്കാതിരിക്കാനും ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവ്, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലി പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞ് തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.